അപ്പം നമ്മളെ പോകുന്ന ജിമ്മിൻ്റെ ബാഗ്, ജിമ്മി 7 കിലോൻ്റെ ചെറിയ ബാഗ്, ഇത് എത്ര കിലോ? 10 10 കിലോൻ്റെ കുഞ്ഞു ബാഗായിട്ടാണ് വന്നത്. പക്ഷേ ജിമ്മി പോകുന്നത് 30-35 കിലോൻ്റെ വലിയൊരു ബാഗ്, ഈച്ചുവിൻ്റെ ബാഗ് എടുത്തിട്ടാണ് പോകുന്നത്. കാരണം നമ്മൾ ദുബായിൽ വന്ന ടൈമിൽ തന്നെ അത്യാവശ്യത്തിലധികം സമ്മാനങ്ങൾ നമുക്ക് കിട്ടി. അപ്പം ഇതൊക്കെ നമുക്ക് കിട്ടിയ കേട്ടോ, കുറേ പെർഫ്യൂം, ഇത് പെർഫ്യൂമിക്സ് നമുക്ക് തന്നാണ് ഈ പെർഫ്യൂംസൊക്കെ കേട്ടോ. എനിക്കൊരു പെർഫ്യൂം ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ ലേബലിലുള്ള അതേ ടൈപ്പ് പോലെ അതേ സാധനം, ആ പെർഫ്യൂം കുറച്ച് വില പിടിപ്പുള്ള പെർഫ്യൂമാണ്. അപ്പോൾ അതുപോലെ ഉണ്ടാക്കി തന്നട്ടോ. പിന്നെ അതുപോലെ തന്നെ ചാർജർ സാധനങ്ങൾ, പിന്നെ ബോഡി ലോഷന്, പിന്നെ മെഴുകുതിരി പരിപാടി, അതൊന്നും നാട്ടിൽ കിട്ടാത്ത സാധനങ്ങളാണ് എന്തായാലും കൊണ്ടുപോണത്. പിന്നെ പെർഫ്യൂം ഇതാ വെർസാഷിൻ്റെ പെർഫ്യൂം കേട്ടോ. പടച്ചോനെ തീ പറഞ്ഞു നാട്ടിൽ. ദിച്ചൻ്റെ ഇത് മോഫിച്ചൻ്റെ ഇവിടുത്തെ കളിക്കോപ്പാണ് കേട്ടോ. മോഫിച്ചൻ്റെ അപ്പോൾ കളിക്കോപ്പിനെ കുറിച്ച് പറയാനാണ് നമുക്ക് വിശദീകരിച്ച് പറയാനുണ്ട്. അതാ ഇതിപ്പോൾ നാട്ടിലെത്തിന് പിടിക്കുക. അപ്പം ഇവിടെ കുറേ സാധനങ്ങൾ വെച്ചു. അതോടെ എന്തായത് ഈച്ചുവിൻ്റെ ബാഗിന് ഈച്ചുവിൻ്റെ സാധനങ്ങളൊക്കെ അനാഥാലയം പോലെ ആയി അങ്ങോട്ട് അപ്പുറത്തേക്ക് മാറ്റി, അങ്ങോട്ട് അപ്പുറത്തെ സൈഡിലേക്ക് മാറ്റിയിട്ടോ. ഇതിൻ്റെ ബാഗ് ഇനിയും കുറേ ഗിഫ്റ്റുകൾ കയറ്റാണ്ട് കേട്ടോ. ഇവിടുന്ന് കുറേ സാധനങ്ങൾ വന്ന് കിടക്കുന്നുണ്ട്, അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പം പനിച്ചിട്ടും അതേപോലെ തന്നെ ജലദോഷം വന്നിട്ടും തൊണ്ടവേദന വന്നിട്ടും അങ്ങോട്ട് സൈഡായി. ഇത് ഫുൾ നമ്മൾ മെഡിസിൻ കേട്ടോ. ഇത് കുടിച്ചിട്ട് കട്ടായി ഉറങ്ങുകയാണ് ഇപ്പോൾ എനിക്കിവിടെ പണി. വേറൊരു പണിയില്ല, മെഡിസിൻ കുടിക്കുക, സൈഡായി ഉറങ്ങുക. കുറേ ആയിട്ട് മെഡിസിനൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഞാൻ ഫുള്ളിൻ്റെ മെഡിസിൻ ഇല്ല കേട്ടോ, പല മെഡിസിനും കാര്യങ്ങളൊക്കെ അതിലുണ്ട്. അപ്പോൾ ഇപ്പം കുറേ കാലത്തിന് ശേഷം അത് എടുക്കൽ തുടങ്ങി. അങ്ങനെ തന്നെ നമുക്കൊരു സ്പെഷ്യൽ ഇതുള്ളതെന്ന് വെച്ചാൽ ഇത് ഇഫ്രൻ്റെ അല്ലേനോ? ഇഫ്രൻ്റെ കയ്യിലുള്ള അല്ലേ? അപ്പോൾ ഇഫ്രൻ്റെ കയ്യിൽ ഒരു മാല ഉണ്ടായിനി അല്ലേ? അപ്പോൾ ആ മാല നമ്മളിവിടെ വന്ന് എക്സ്ചേഞ്ച് ചെയ്ത് നമ്മളെ സൈഫുഖാൻ്റെയും ഷെഫീഖാൻ്റെയും ജ്വല്ലറിയിൽ നിന്ന് തന്നെ എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതല്ല, അത് വേറെ. ഇതാ എന്നിട്ട് അതിന് പകരം ഒരു 3-4 പ്രൊഡക്റ്റ് ജിമ്മി വാങ്ങിയിട്ടാ. ഇതെന്താ വളേ? സൂപ്പർ വള കേട്ടോ, 1.5 വള കേട്ടോ. അപ്പം ഇത് ഫുള്ള് നാട്ടിലേക്ക് ജിമ്മി കൊണ്ടുപോവുകയാണ്. മിക്കവാറും സ്വർണ്ണക്കടത്തിന് ജിമ്മിനെ പൊക്കും. പിന്നെ അനുവദനീയമായ അളവിൽ ജിമ്മി കൊണ്ടുപോകുന്നതുകൊണ്ട് ജിമ്മിനെ പൊക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഫുള്ള് സിവോറം തന്നെയാണ് പർച്ചേസ് ചെയ്തിട്ടാ. ഇതാ 1, 2, 3, 4 ഒക്കെ ഇതാ ഫുള്ള് സിവോറയിൽ നിന്നാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ സാധനം മൊത്തം നാട്ടിലേക്കാണ്. അതുപോലെ തന്നെ വേറൊരു സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ ഇത് ബാസിൽ നാട്ടിലേക്ക് ഏൽപ്പിച്ചാണ് കേട്ടോ. എന്തിനാ നമുക്ക് മനസ്സിലായിട്ടില്ല. ബാസിൽ കൊണ്ടുവരാൻ പറഞ്ഞാണ് സാധനം. അതും ഈ സാധനം നമ്മൾ ബാസിലിന് വേണ്ടി വാങ്ങി വെച്ചാണ്ടോ. അതിൻ്റെ ഇവിടെ തൂക്കണാണ് ഈ ചോയ്, ഇവിടെ തൂക്കണാണ്, അതിൻ്റെ തൂക്കാണിത്. ഇവിടെ അതിൻ്റെ ഇടയിൽ കുടിക്കുക. അപ്പോൾ ഇത് ബാസിൽ എത്രയും പെട്ടെന്ന് എത്തിക്കാൻ പറഞ്ഞു. അർജൻറ്റ് ഉണ്ട്, കാര്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും ബാസിലിനുള്ള സാധനം. അതുപോലെ തന്നെ ഒരു വലിയ സർപ്രൈസ് എന്താണെന്ന് വെച്ചാൽ അസറുവിന് ഒരു ഉഗ്രൻ സർപ്രൈസാണ് ഷെഫീഖാൻ്റെ വക. ഷെഫീഖ കൊടുത്തിട്ടുണ്ട്. മാഷാല്ലാ ഷെഫീഖാനെ കമൻറ്റ് ബോക്സിൽ എല്ലാവരും കൈയടിക്കുക, എല്ലാവരും കൈയടിക്കുക. ക്യാൻസർ കൈയോട്ടാ, കൈയോട്ടെ കൈയോട്ടെ. അപ്പോൾ ഷെഫീഖാൻ്റെ വകത. അപ്പം ഷെഫീഖ അസറുവിന് ഒരു PS5 സമ്മാനമായിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അസറുവിൻ്റെ പണി കഴിഞ്ഞ പുതിയ വീട്ടിലേക്ക് ഷെഫീഖാൻ്റെ വക ഷെഫീഖ തരുന്നൊരു സമ്മാനമാണ് PS5. പുത്തൻ പുതിയ PS5 അസറുവിന് സമ്മാനമായിട്ട്. ഇവരൊക്കെ തന്തപ്പൊടികളാണെങ്കിലും കുട്ടികളി മാറാത്ത ആൾക്കാരാണ്. ഗെയിം കളിച്ചാൻ വേണ്ടിയിട്ട് പോത്തുമഞ്ഞായിട്ടും പെണ്ണെട്ടിയിട്ടും ഗെയിം കളിച്ചാൽ സാധന സാമഗ്രികൾ ഇവിടുന്ന് പാക്ക് ചെയ്ത് കൊണ്ടുപോവാണ്. അവിടെ സാധനം എവിടെ? ഇതട്ടോ, ഇത് പാക്ക് ചെയ്തില്ലേ? PS5 ഇതട്ടോ, പുത്തൻ പുതിയ PS5. അപ്പം PS5 നാട്ടിലേക്ക് കൊണ്ടുപോവാണ്. പിന്നെ ഇപ്പം എന്തായാലും എടുത്ത് കാണിക്കാമല്ലേ, ഒന്നുമില്ലല്ലോ. പിന്നെ ഒരുപാട് സംഭവങ്ങൾ, സമ്മാനങ്ങൾ, ഗിഫ്റ്റുകൾ നമുക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകാനുണ്ട്. ഇതൊക്കെ നമുക്ക് കിട്ടിയ ഗിഫ്റ്റ് കേട്ടോ.